രാത്രിയാണ് നിയ്യത്ത് വെക്കേണ്ടത്. സൂര്യാസ്തമയത്തിന്റെയും ഫജ്റുസ്വാദിഖിന്റെയും ഇടയിൽ, സൂര്യൻ അസ്തമിച്ച് മഗ്രിബിന് ശേഷം സുബ്ഹിയുടെ ഇടയിലായിട്ട് എപ്പോഴും വെക്കാം. പല ആളുകളും തറാവീഹിന് ഇമാമ് ചൊല്ലിക്കൊടുക്കുന്നത് അങ്ങനെ ഏറ്റു ചൊല്ലും, നബൈത്തു സോമഗദിൻ, അങ്ങനെ ഏറ്റു ചൊല്ലും. യഥാർത്ഥത്തിൽ ഈ നീയത്ത് എന്ന് പറഞ്ഞ ഹൃദയം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിങ്ങനെ തൂങ്ങി ഉറങ്ങിങ്ങാണ്ട് എന്തോ തൊള്ളോണ്ട് പറഞ്ഞ് മനസ്സിലൊന്നുമില്ല, അങ്ങനെയാണ് നീയത്താവൂല. അപ്പൊ നീയത്താവണമെങ്കിൽ ഹൃദയത്തിൽ കരുതണം. നാളെ നോമ്പെടുക്കാണ്, ഫർള് നോമ്പെടുക്കാണ്, ഞാൻ കരുതി നീയത്ത് വെക്കണം. ആ നീയത്തെടുത്ത് നോമ്പെടുത്ത ആള് പകൽ സമയത്ത് ഒരാള് നോമ്പ് ഞാൻ മുറിച്ചു എന്ന് പറഞ്ഞു അല്ലെ കരുതി, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. നിസ്കാരം അങ്ങനല്ല. നിസ്കാരം ഒരാള് നിസ്കാരത്തിന് തക്ബീർ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം മുറിച്ചു എന്ന് പറയണ്ട. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരാള് നിസ്കാരം മുറിച്ചു എന്ന് കരുതുകയോ തറദ്ദുദാവുകയോ ചെയ്താൽ തന്നെ നിസ്കാരം ബാത്തിലായി. നോമ്പ് അങ്ങനല്ല. നോമ്പ് പകൽ സമയത്ത് ഒരാൾ മുറിച്ചു എന്ന് 1000 വട്ടം എന്ന് പറഞ്ഞാലും നോമ്പ് മുറിയില്ല. അതെന്തെങ്കിലും തിന്നണം, നോമ്പ് മുറിയണ കാര്യം ഉണ്ടാവണം. പക്ഷെ നോമ്പിന്റെ നീയത്ത് ഒരാൾ രാത്രി മുറിച്ചു. തറാവീഹ് നിസ്കാരം കഴിഞ്ഞപ്പോ നീയത്തൊക്കെ വെച്ച് വീട്ടിൽ പോയപ്പോ നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഒരു 1 മണിക്ക് എണീറ്റപ്പോ നല്ല പനി, ശക്തമായ പനി. അപ്പൊ ഭാര്യനോട് പറഞ്ഞില്ല, ഇമ്മാനോട് പറഞ്ഞു ഞാൻ നാളെ നോമ്പ് വിൽക്കണില്ല, ഇന്ന അത്താഴത്തിന് വിളിക്കണ്ട, പനി ഉണ്ടല്ലോ. അങ്ങനെ വിളിച്ചില്ല. സുബ്ഹി ഖളാവണിന് മുമ്പ് വിളിച്ചു, നിസ്കരിക്കണല്ലോ. അപ്പൊ വിളിച്ചു നോക്കുമ്പോ പനി മാറിയിക്കണ്. അപ്പൊ അവൻ പറയാണ് എനിക്ക് നോമ്പുണ്ട് പറഞ്ഞു. നോമ്പില്ല. കാരണം രാത്രി നിയ്യത്ത് ക്യാൻസലാക്കിയാൽ അത് ക്യാൻസലായി പരിഗണിക്കും. അപ്പൊ ഫജ്റിന്റെ മുമ്പ് ആ നിയ്യത്ത്